അപ്പോൾ പൈപ്പിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത് പൈപ്പിങ്ങിൻ്റെ ഡോറിയാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഓരോ സൈസിൽ കിട്ടും. നിങ്ങളുടെ സൗകര്യമുള്ള സൈസ് നോക്കി വാങ്ങിക്കുക. എന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽ വെക്കണ പീസും, കയ്യിൽ വെക്കാനായിട്ട് 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ചെറിയ പീസ്. ഇത് എവിടെ നിന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ബോർഡർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാണ് ഇത് സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ പീസാണ്. അപ്പോൾ ഇത് 2 ചെറുത് കൈക്കുള്ളതാണ്. 2 വലുത് സെയിം ഇത് തന്നെ. 2 വലുത് നെക്കിന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറിയും ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 നൂലൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെളി സൈഡ് നോക്കിയിട്ടുണ്ട്. വെളി സൈഡും ഉൾവശവും ഉണ്ട്. ഉൾവശം ഇതാണ്. ഉൾവശം നോക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക. പൈപ്പിംഗ് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവരൊക്കെ, പൈപ്പിംഗ് ഉണ്ടാക്കാൻ 2-3 ടൈപ്പ് മെത്തേഡ് ഉണ്ട്. നമുക്ക് ഇതിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിലെ ഡിസൈൻ ഇതായതുകൊണ്ട്. പിന്നെ റെഡിമെയ്ഡ് പൈപ്പിംഗ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് ഓരോരുത്തർക്ക് സൗകര്യമുള്ളതനുസരിച്ച് മേടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഡോറി അകത്ത് വെച്ച് പൈപ്പിംഗ് ഫുഡ് ഇടാൻ മറക്കരുത്. പൈപ്പിംഗ് ഫുഡ് അത്യാവശ്യമാണ്. ഇതുപോലെ തയ്ച്ച് പോരുക. അപ്പോൾ പൈപ്പിംഗ് ഉണ്ടാക്കാൻ അറിഞ്ഞിടാത്തവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ഇതാണ്. അറിഞ്ഞിടാത്തവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് പൈപ്പിംഗ് ഫിറ്റ് ചെയ്യണതും, പൈപ്പിംഗ് ഉണ്ടാക്കുന്നതും, പൈപ്പിംഗ് ഫിറ്റ് ചെയ്യണതും, പിന്നെ ബട്ടൺസ് ഇത് മറ്റേ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കുന്നതും അത് കപ്പിടിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. പിന്നെ ഈ പൈപ്പിങ്ങിൻ്റെ നൂല് നിങ്ങൾക്ക് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇഷ്ടമുള്ള സൈസിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ്. എപ്പോഴും ചെറിയ വണ്ണം കുറഞ്ഞ നൂലാണ് എപ്പോഴും കാണാൻ ഭംഗിയുണ്ടാവുക. പിന്നെ പ്രഷർ ഫുഡ് എപ്പോഴും പൈപ്പിംഗ് ഫുഡ് ഇട്ട് തന്നെ ചെയ്യുകയും വേണം. ഇതേപോലെ എല്ലാ പീസും ചെയ്തെടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് വയ്ക്കുക. കറക്റ്റായിട്ട് സൈഡാക്കിയിട്ട് ഈ പ്രഷർ പൊട്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ പൈപ്പിൻ്റെ സൈസ് നമുക്ക് കിട്ടുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അറിഞ്ഞൂടാത്തവർക്കും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇതാക്കി വെച്ച് കറക്റ്റ് സെൻറ്റർ മടക്കി ഇതുപോലെ ഇതിനകത്ത് കയറി കുരുങ്ങുകയും ചെയ്തത് കറക്റ്റായിട്ട് ഇതുപോലെ മുഴുവൻ പീസും തുണി മടക്കി അതുപോലെ നമ്മൾ വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. പൈപ്പിങ്ങൊക്കെ ഉണ്ടാക്കണൊക്കെ വളരെ സിമ്പിളാണ്. ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതുണ്ടോ, ഇത് മുഴുവൻ നമ്മൾ മാലയായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പൈപ്പിങ് തിരിച്ചെടുക്കണം. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പൈപ്പ് ഈ സൈഡ് വെച്ചല്ലേ ഇപ്പോൾ നമ്മൾ തയ്ക്കുക. തിരിച്ച് ഈ പൈപ്പ് ഈ സൈഡിലാക്കണം. ഈ സൈഡിലാക്കിയിട്ട് ഒരു സ്റ്റിച്ച് അടിക്കണം. അപ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പിന് നമുക്ക് സ്റ്റിച്ചിങ് കിട്ടും. റെഡിമെയ്ഡ് പൈപ്പ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കുക. ഇതുപോലെ പൈപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഏത് സൈഡാണ് നമ്മൾ വെച്ച് തയ്ച്ചത് ആ സൈഡ് മാറ്റി തയ്ച്ചെടുക്കുക. കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. ഇത് തയ്യൽ മെഷീൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്.
ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കാം. ഫുള്ള് തയ്ച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. ഈ മെഷീൻ നല്ല സ്പീഡുള്ള മെഷീനാണ്. ഇനി സ്പീഡ് കൂട്ടി വെക്കാൻ പറ്റും. ജാക്ക് F4ൻ്റെ അടിപൊളി മെഷീനാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പൈപ്പിംഗ് ഇത് കണ്ടോ, നല്ല നീറ്റ് പൈപ്പിംഗ് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇതിനി ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്കിൽ വയ്ക്കണ പീസ്. ഇപ്പോൾ പൈപ്പിംഗ് റെഡി ആയി കഴിഞ്ഞു.